എന്ത് വിഷമമുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വിഷമമൊക്കെ മാറ്റി വെക്കും. പിന്നെ ചേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ വീട്ടിൽ തരണം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇവിടെ അതിനുള്ള സന്തോഷമൊക്കെ നമുക്ക് കിട്ടുന്നത്. അതാണ് ഇന്ന് വണ്ടിയില്ലെങ്കിലും ഇന്നിങ്ങോട്ട് പോകുന്നത്. സൊസൈറ്റി തുടങ്ങിയത് 1954 രജിസ്റ്റർ ചെയ്തത്. അന്ന് 20 വീവേഴ്സാണ് അന്ന് ഇവിടെ ഫസ്റ്റ് തുടങ്ങിയത്. വീടുകളിലായിരുന്നു അന്ന് മൊത്തം നെയ്ത്തൊക്കെ ഉണ്ടായിരുന്നത്. പാല്യം കൊട്ടാരവുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ചരിത്രമൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അന്ന് എല്ലാ വീടുകളിലും നെയ്ത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു 20 പേര് ചേർന്നിട്ടാണ് ഇതൊരു സൊസൈറ്റി ആക്കി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് 1954. അതിനുശേഷം ഓരോ മെമ്പേഴ്സ് ചേർന്ന് ഇപ്പോൾ 1014 പേരുണ്ട്. 1014 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ആക്റ്റീവ് മെമ്പേഴ്സ് 150ഓളം പേരാണുള്ളത്. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 10-20 വർഷമായി. പിന്നെ 19 വർഷമാവും. 15 വർഷമൊക്കെ. എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയാണ് ചെയ്തിരുന്നത്. ഞാൻ അത് കണ്ട് ഇഷ്ടമുള്ളത് കൊണ്ട് പഠിച്ച് ഇവിടെ പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. തിരിച്ച് ഇവിടെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു 10 വർഷം. പിന്നെ ഞാൻ ഇവിടെ വന്നു. അവർ നെയ്യണനുസരിച്ചല്ല, അവർക്ക് കൂലിയുടെ പ്രശ്നമാണെങ്കിൽ അവർ നെയ്യണനുസരിച്ചുള്ള കൂലിയാണ് അവർക്ക് കിട്ടുന്നത്. അവർ കൂടുതൽ ചെയ്താൽ അവർക്ക് കൂടുതൽ കൂലി കിട്ടും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഇരട്ടി കൂലി കിട്ടും. കൂടുതൽ മീറ്ററേജ് നെയ്താൽ അതനുസരിച്ച് ഇരട്ടി കൂലിയുണ്ട്. പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് കിട്ടും. അപ്പം കൂടുതൽ നെയ്താൽ അവർക്ക് തന്നെ ഗുണം. ബാക്കി എല്ലാ സപ്പോർട്ടുകളും സൊസൈറ്റിയാണല്ലോ ചെയ്ത് കൊടുക്കണേ. അവർ വന്ന് നെയ്താൽ മാത്രം മതി. സൊസൈറ്റിയാണ് എല്ലാം ചെയ്യണേ. പാവ് കൊടുക്കണം, നൂല് കൊടുക്കണം, കളർ കൊടുക്കണം, എല്ലാം അവർക്ക് റിസ്ക് ഇല്ല. ഇത് നെയ്ത് കൂലി വാങ്ങിക്കാം. എൻ്റെ പേര് ലസീന. എൻ്റെ പേര് ഷീല. ഞങ്ങൾ വീട്ടിലാണ് ചെയ്തിരുന്നത്. എല്ലാവരും വീട്ടിൽ ചെയ്തിരുന്നതാണ്. പിന്നെ വീട്ടിൽ പോകണം. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒരു വീട്ടിലെ അംഗങ്ങളല്ലേ. എല്ലാവരും വൈകുന്നേരം എല്ലാവരും പോകും. കാലത്ത് വരും. സന്തോഷം. മാങ്ങോടെ കൂടെ വഴക്കുകൂടെ കണ്ടു. പക്ഷെ എന്നാലും ഒരു വീട്ടുകാരെ സന്തോഷമാണ്. ചുറ്റുപാടുള്ളവരൊക്കെ അപ്പുറത്തുള്ള സൊസൈറ്റിയിലുള്ളവരൊക്കെ നമ്മളറിയുന്ന ആളുകളൊക്കെ തന്നെ.